ഇതിപ്പോൾ മ്യാൻമറിൽ നിന്നൊരു ദിൽജോ ചേരുന്നുണ്ട്. ദിൽജോ, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? നിങ്ങൾ താമസിക്കുന്നത് ഏത് മേഖലയിലാണ്? അവിടെയും ഈ ഭൂകമ്പത്തിന്റെ ഇമ്പാക്ട് ഉണ്ടായോ? ഹാഷ്മി, ഞാൻ കേൾക്കാവോ? ഹാഷ്മി, കേൾക്കാം. ദിൽജോ പറഞ്ഞോ. ഓക്കെ ഹാഷ്മി, ഞാനിപ്പോ ഉള്ളത് യങ്കൂണിലാണ് ഉള്ളത്. ഇന്നലെ 12:45 ഇവിടെ ഒരു ഭൂചലനം ഉണ്ടായത്. യങ്കൂണില് അത്രയ്ക്കും വലിയ കാര്യമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു 4.7 മാഗ്നിറ്റ്യൂഡിലുള്ള എർത്ത് യങ്കൂണിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരും ഓഫീസിലായിരുന്നു. ഓഫീസിൽ എല്ലാവരും ബഹളം വെക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് മാറ്റി. പക്ഷെ യങ്കൂണിൽ പറയത്തക്ക വിധത്തിലുള്ള യാതൊരു ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത് ബർമയുടെ സെൻട്രൽ മ്യാൻമാർ റീജിയനിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത്. അവിടെ വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് കാണുന്നത്. ഞാൻ തന്നെ കുറെ ഫോട്ടോ നിങ്ങളുടെ ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, 2-3 ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണുമ്പോൾ ഞെട്ടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. റൂഫ് ടോപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത്, ബിൽഡിങ്ങുകൾ കാറ്റത്ത് മരമാടുന്ന പോലെ നാടുന്നത്, പൊളിഞ്ഞു വീഴുന്നതൊക്കെ ഒരുപാട് വല്ലാത്ത ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മരണസംഖ്യ ഇനി ഉയരും എന്നൊക്കെ ആശങ്കപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു ദിൽജോ. ഹാഷ്മി ഇപ്പൊ പറഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മെയിൻ ആയിട്ട് ബാങ്കോക്ക് എന്നുള്ള ചിത്രങ്ങളാണ്. പക്ഷെ യങ്കൂണിൽ അങ്ങനെ പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷെ മധ്യ മ്യാൻമാറിൽ പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളൊന്നുമില്ല. മാത്രമല്ല മണ്ഡലെ എന്ന് പറഞ്ഞ സ്ഥലം, നെബിഡോയിലും വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളും വളരെ പുരാതനമായ മൊണാസ്ട്രികളും അങ്ങനെയുള്ള നിർമ്മിതികളൊക്കെയാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു കേട്ട പ്രകാരമാണെങ്കിൽ മങ്സ് തന്നെ കുറെ പേര് മരിച്ചിട്ടുണ്ട്. മരണസംഖ്യ 700-നേക്കാളും കൂടാനുള്ള സാധ്യത വരുന്നുണ്ട്. അത് മിക്കവാറും 1000-ലും മുകളിലേക്ക് പോകാമെന്നൊക്കെയാണ് കാണുന്നത്. മ്യാൻമാറിലുള്ള പ്രശ്നം വെച്ചാൽ ഡാറ്റ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ന്യൂസൊക്കെ പതുക്കെയാണ് വരുന്നത്. പല ഫേസ്ബുക്ക് ചാനലിൽ കൂടെയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ മെസ്സേജുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഉള്ളത് ഈ പറഞ്ഞ സംഭവം നടക്കുന്ന യങ്കൂൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം നടക്കുന്ന ഏതൊരു 400-450 കിലോമീറ്റർ ദൂരെയാണ്. നമുക്കൊന്നും അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല, പോകാൻ പറ്റില്ല. കാരണം എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. റോഡുകളൊക്കെ വളരെ മോശമായ റോഡുകളൊക്കെ പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആക്സസ് ഒക്കെ പൊതുവെ വളരെ കുറവാണ്. പിന്നെ പൊതുവെ വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ആക്സസേ ഉള്ളൂ ആ ഭാഗത്തേക്ക്. അപ്പൊ അതുകൊണ്ട് മലയാളി പോപ്പുലേഷൻ ഏത് ഭാഗത്താണുള്ളത്? മലയാളികൾ പൊതുവെ യങ്കൂണിലാണുള്ളത്. കുറച്ച് മലയാളികളുണ്ട്. എല്ലാവരും യങ്കൂണിലാണുള്ളത്. എല്ലാവരും അവരുടെ ഗ്രൂപ്പ് വഴി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും സേഫ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഓക്കെ, താങ്ക് യു ദിൽജോ, താങ്ക് യു. എന്തായാലും സേഫ് ആയിട്ടിരിക്കൂ. ഉണ്ടായത് വലിയൊരു ഭൂകമ്പമാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ വലിയ വ്യാപ്തിയിലേക്ക് ആ ഭൂകമ്പം പോവുകയാണ്. ദൗർഭാഗ്യവശാൽ മരണസംഖ്യയും ഉയരുകയാണ്. ഇപ്പോൾ 1000 ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു.